വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ മീഡിയ. കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോൾ തുടർ പരാജയങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ISLന്റെ 10ാം സീസണിന്റെ 2ാം ഘട്ടത്തിൽ FC ഗോവയെ തകർത്തുകൊണ്ട് ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. 2ാം ഘട്ടത്തിലെ തുടർച്ചയായ 3 തോൽവികൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഷീൽഡ് പ്രതീക്ഷയിൽ മങ്ങലേൽപ്പിച്ചിരുന്നു. അതുപോലെ പ്ലേ ഓഫ് പ്രതീക്ഷകളും പ്രതിസന്ധിയിൽ തന്നെയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ പിന്നിര ടീമുകളുടെ ചില അട്ടിമറി വിജയങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിലെ വിജയം ഷീൽഡ് പ്രതീക്ഷയിലേക്ക് ചെറിയൊരു വെളിച്ചം നൽകുന്നുണ്ട്. നിലവിൽ 16 മത്സരങ്ങളിൽ നിന്നും 29 പോയിന്റുമായി 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒഡീഷ FCയുമായി 3 പോയിന്റുകളുടെ വ്യത്യാസം മാത്രമേ നിലവിലുള്ളൂ. അതിനർത്ഥം ബ്ലാസ്റ്റേഴ്സും ഷീൽഡ് പ്രതീക്ഷയിൽ സജീവമായി എന്ന് തന്നെയാണ്. എന്നാൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ടോപ്പ് 5 നിൽക്കുന്ന മറ്റ് ടീമുകൾ മുംബൈ സിറ്റി, മോഹൻ ബഗാൻ, FC ഗോവ എന്നീ ടീമുകളും വലിയ പോയിന്റ് വ്യത്യാസം ഇല്ലാതെയാണ് നിൽക്കുന്നത്. എന്നതിലുപരി ഒരു മത്സരം കുറവ് കൂടിയാണ് കളിച്ചിരിക്കുന്നതും. അതുകൊണ്ട് നിലവിൽ ടോപ്പ് 5 നിൽക്കുന്ന 5 ടീമുകൾക്കുമിടയിൽ ശക്തമായ പോരാട്ടം തന്നെയാകും ഷീൽഡ് നേട്ടത്തിന്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള 6 മത്സരങ്ങളിൽ മാർച്ച് 13 മോഹൻ ബഗാനെതിരെ മാത്രമാണ് ഒരു വമ്പൻ ടീമിനെതിരെയുള്ള മത്സരം വരുന്നത്. ഇതിനിടയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ജംഷഡ്പൂർ FC, ബംഗളൂരു, ഹൈദരാബാദ് FC അതുപോലെ ഈസ്റ്റ് ബംഗാളുമായി മത്സരം വരുന്നുണ്ട്. ഇവരെ കുറച്ചു കാണുകയല്ല. എന്നാൽ ഒന്ന് കരുതി കളിച്ചാൽ സുഖമായി ഈ സീസൺ ഷീൽഡ് ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലിരിക്കും. ഒപ്പം കുറച്ച് ഭാഗ്യം കൂടെ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.